DCC ട്രഷറർ NM വിജയന്റെ മരണത്തോടെ പ്രതിസന്ധിയിലായ കോൺഗ്രസിന് കൂടുതൽ കുരുക്കാവുകയാണ് കേസിൽ പോലീസ് ചേർക്കുന്ന പുതിയ വകുപ്പുകൾ. കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം കൂടി ചുമത്തിയതോടെ നേതാക്കൾ പ്രതിപട്ടികയിൽ വരുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. MLA IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇതോടെ പ്രതിപട്ടികയിൽ വരും. അതിനിടെ നിയമനക്കോഴയിൽ ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ CT ചന്ദ്രൻ, KM വർഗീസ്, കോൺഗ്രസ് നടപടിയെടുത്ത KK ഗോപിനാഥൻ എന്നിവർക്കെതിരെയാണ് കേസ്. അനീസ അലി വിവരങ്ങൾ നൽകും. അനീസ, നിയമനക്കോഴ ആരോപണത്തിൽ ഇപ്പോൾ കൂടുതൽ പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പരാതി നൽകിയിരിക്കുന്നത് ആലപ്പാറ സ്വദേശിയായ ഷാജിയാണ്. എന്താണ് ഷാജിയുടെ പരാതിയിൽ പറയുന്നത്? അതുപോലെ തന്നെ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആത്മഹത്യാ പ്രേരണാക്കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ടല്ലോ, അത് കോൺഗ്രസിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട്? ദിവ്യ, ഇന്നലെ KPCC നിയോഗിച്ച ഉപസമിതി ഈ വീട് സന്ദർശിക്കുകയും വയനാട് ജില്ലയിൽ DCC നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തതോടുകൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഒഴിഞ്ഞു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തെ കയ്യിലാക്കാനും കുടുംബത്തെ കൂടെ നിർത്താനും അവർക്ക് കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ NM വിജയന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളെല്ലാം വലിയ തരത്തിലുള്ള ശക്തമായ അടിയായി കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾക്ക് തന്നെ ബാധിച്ചിരുന്നു. എന്നാൽ അത് ഇന്നലത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നു. കുടുംബം പൂർണ്ണമായും പാർട്ടിക്കൊപ്പം നിൽക്കുന്നു, ഈ പാർട്ടിയിൽ വിശ്വാസമുണ്ട് എന്നും പറഞ്ഞതോടുകൂടി ഈ കുടുംബത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഏറ്റെടുത്തു എന്ന് KPCC നേതാക്കൾ ഇവിടെ എത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉപസമിതിയാണ് വീട് സന്ദർശിച്ചത്. അവരും കുടുംബത്തെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ഈ വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞതോടുകൂടി വലിയ തരത്തിൽ ആശ്വാസത്തിലായിരുന്നു. പക്ഷേ അതേസമയം തന്നെ പോലീസിന്റെ അന്വേഷണം മറ്റൊരു രീതിയിൽ പുരോഗമിക്കുന്നു എന്നതാണ് കാണേണ്ടത്. ഇതുവരെയും ആത്മഹത്യാ കേസിൽ അസ്വാഭാവിക മരണത്തിൽ മാത്രമാണ് കേസെടുത്തിരുന്നത്. അതിൽ പുതിയ വകുപ്പ് ആത്മഹത്യാ പ്രേരണാ കുറ്റം കൂടി ചുമത്തി. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വകുപ്പ് ചുമത്തുന്നത് NM വിജയൻ്റെതായി പുറത്തു വന്നിട്ടുള്ള കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു ആത്മഹത്യാ പ്രേരണാ വകുപ്പ് ചുമത്തുമ്പോൾ ആ കത്തിൽ പേര് പരാമർശിക്കുന്ന നേതാക്കളിലേക്ക് കൂടി ആത്മഹത്യാ പ്രേരണാ കുറ്റം എത്തും എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് 5 പേർ പ്രതികളായിട്ടുള്ളത്. അതേസമയം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തുമ്പോൾ അതും ഈ NM വിജയന്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ, ചുമത്തുകയാണെങ്കിൽ ഈ IC ബാലകൃഷ്ണൻ MLA, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങിയ ജില്ലയിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിലേക്ക് കൂടി അവർ കേസിൽ പ്രതികളാകുന്ന സ്ഥിതിവിശേഷം വരും. നിലവിൽ അവരെ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ പോലും പോലീസ് വിളിപ്പിച്ചിട്ടില്ല. ചോദ്യം ചെയ്യുക എന്നത് പ്രതിയായതിനു ശേഷം മാത്രമേ ഉണ്ടാവൂ. അവരിൽ പേര് പരാമർശിക്കപ്പെടുന്നത് കൊണ്ട് ചിലപ്പോൾ മൊഴിയെടുത്തേക്കും, പക്ഷേ അതുപോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ അവരെ കേസിൽ പ്രതികളാവുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ NM വിജയന്റെ കത്താണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അത്തരമൊരു നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയൂ എന്നൊരു പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കത്ത് NM വിജയൻ്റേതാണ് എന്നും ഈ പ്രത്യേക കാലയളവിൽ സംഭവിച്ചതാണ് എന്നും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് കത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും കയ്യക്ഷര പരിശോധന നടത്തുകയും ചെയ്യാൻ വേണ്ടി കോടതിയെ സമീപിക്കുകയാണ് പോലീസ്. കോടതിയിൽ നിന്ന് അനുമതി കിട്ടുന്ന മുറയ്ക്ക് ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെ ഈ കത്ത് NM വിജയൻ മരണത്തിന്റെ തൊട്ടു മുമ്പായി സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം തന്നെ എഴുതിയതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഈ കത്തിൽ പേരുള്ള ആളുകൾ കൂടി പ്രതികളാകും. ഇപ്പോൾ നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടേ ഉള്ളൂ. അതേസമയം ആരുടെ പേരിൽ എന്നത് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കത്ത് NM വിജയൻ്റെതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ IC ബാലകൃഷ്ണൻ അല്ലെങ്കിൽ ND അപ്പച്ചൻ ഈ കത്തിൽ പരാമർശിക്കുന്ന മറ്റ് നേതാക്കളിലേക്കൊക്കെ ഈ കേസ് വരികയുള്ളൂ. നിലവിൽ അത്തരമൊരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തി എന്നത് മാത്രമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതേസമയം ഇവരിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യ പടി എന്ന ഘട്ടത്തിൽ അതേസമയം കോൺഗ്രസ് നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. NM വിജയന്റെ കത്ത് ശാസ്ത്രീയ പരിശോധന നടത്തട്ടെ, കയ്യക്ഷര പരിശോധന നടത്തട്ടെ, അതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം വരട്ടെ, അത് എന്തർത്ഥത്തിലും സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് ND അപ്പച്ചനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനോടൊക്കെയുള്ള നേതാക്കൾ പ്രതികരിക്കുന്നത്. അതിൽ അവർക്ക് എന്തോ ഒരു ആത്മവിശ്വാസമുള്ളതായിട്ട് നമുക്ക് അവരുടെ ശരീരഭാഷയിൽ നിന്നും മറ്റും മനസ്സിലാകുന്നുമുണ്ട്.
യെസ്, എന്തായാലും NM വിജയന്റെ കത്ത് തന്നെയാണ് പുറത്തു വന്നത് എന്നതിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. അതിൽ ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഇതിൽ പറയുന്ന പേരുകളുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂടി കേസെടുക്കും. അതിൽ IC ബാലകൃഷ്ണനുണ്ട്, ND അപ്പച്ചൻ അടക്കമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയൊരു നടപടിയിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞാൽ ഉറപ്പായും കോൺഗ്രസ് ജില്ലാ നേതൃത്വമടക്കം വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു അവസ്ഥയാകും ഉണ്ടാവുക. എന്തായാലും നിലവിൽ അത് കത്ത് പരിശോധിക്കട്ടെ, തങ്ങൾ നിരപരാധികളാണ് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് T. അനീസിന് നൽകിയത്.